തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഇന്ന്. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം, കോൺഗ്രസിന്റെ ആരോപണങ്ങളിലും മറുപടി നൽകും. രാഹുൽ ബീഹാറിൽ വോട്ടർ അധികാർ യാത്ര ആരംഭിക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം. ആരോപണങ്ങൾക്ക് രേഖാമൂലം പരാതി നൽകാൻ രാഹുലിനോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ജിഷ്ണു, എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഉയർത്തിയ ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ തന്നെയാണല്ലോ ഇന്ന് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചത്. ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ ആരോപണം ഉന്നയിച്ചാൽ പോരാ, അത് രേഖാമൂലം പരാതിയായി നൽകണം എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചെങ്കിലും ഇതുവരെയായും അതിന് മുതിർന്നിട്ടില്ല. മാത്രമല്ല, ഈ ആരോപണങ്ങളിൽ കഴമ്പില്ല, പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ കഴമ്പില്ല എന്നതും പുറത്ത് വന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കമ്മീഷൻ്റെ വാർത്താ സമ്മേളനം അതിന് പ്രസക്തി ഏറുകയല്ലേ? എന്തായിരിക്കും കമ്മീഷൻ ഈ വിവാദങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാട്? ജിഷ്ണു. ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളെ കാണുന്നത്. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം കൂടാതെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ എന്നിവ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കും. തുടർന്ന് സ്വാഭാവികമായും രാഹുലും പ്രതിപക്ഷവും ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് മറുപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരം ചോദ്യങ്ങൾ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് ഷെഡ്യൂളുകൾ പ്രഖ്യാപിക്കുന്നതിനും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങൾ അറിയിക്കുന്നതിനുമാണ് കമ്മീഷൻ മാധ്യമങ്ങളെ കാണാറുള്ളത്. ഇന്ന് ഏതായാലും അത്തരത്തിൽ ഷെഡ്യൂളുകൾ, ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നെങ്കിലും അതിന്റെ പ്രഖ്യാപനത്തിന് സമയമായിട്ടില്ല. അതുകൊണ്ട് തന്നെ രാഹുലും പ്രതിപക്ഷവും നടത്തിയിട്ടുള്ള ആരോപണങ്ങൾക്കുള്ള മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് വിശദമായി തന്നെ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. നേരത്തെ തന്നെ നിരവധി തവണ രാഹുലിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ രേഖാമൂലം പരാതി നൽകാനുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു. അതായത് രാഹുൽ അവകാശപ്പെട്ടത് കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ കോൺഗ്രസ് നടത്തിയ അന്വേഷണത്തിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയതിൻ്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന ഗുരുതരമായ ആരോപണമാണ് രാഹുൽ മുൻപോട്ട് വെച്ചത്. അതിന് കർണാടക, മഹാരാഷ്ട്ര, ഹരിയാന സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ രേഖാമൂലം രാഹുലിന് നോട്ടീസ് നൽകുകയും അത്തരത്തിൽ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകർപ്പ് സമർപ്പിക്കണം, കൂടാതെ സത്യവാങ്മൂലം നൽകണം, രേഖാമൂലം പരാതി നൽകണം, വിശദമായി അന്വേഷിക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ രേഖാമൂലം ഒരു പരാതി പോലും നൽകാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. അതിന് പകരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തിനാണ് കോടതിയെ പോലെ തെളിവുകൾ ചോദിക്കുന്നത്? അതായത് ഞങ്ങൾ ആരോപണം ഉന്നയിക്കും, എന്തിനാണ് കോടതിയെ പോലെ തെളിവുകൾ ഉന്നയിച്ച് പിറകെ വരുന്നത് എന്നൊരു ന്യായീകരണമാണ് പ്രിയങ്ക ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ നടത്തിയിട്ടുള്ളത്. കൂടാതെ അതിനുശേഷം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഒന്നുകിൽ തെളിവുകൾ നൽകണം, അതല്ലെങ്കിൽ രാഹുൽ രാജ്യത്തോട് മാപ്പ് പറയണം എന്ന പ്രതികരണവും പുറത്തു വന്നിരുന്നു. അതിലൊന്നും കോൺഗ്രസ് പ്രതികരിക്കാതെ വന്നതോടുകൂടിയാണ് ഇന്ന് വൈകിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളെ കാണുന്നു. അതുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള മറുപടി ഈ ആരോപണങ്ങളിനുണ്ടാകും. ഒപ്പം ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ സംബന്ധിച്ചുമുള്ള വിശദീകരണം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകും. ഇന്നലെ രാത്രി വൈകി ഒരു വാർത്താക്കുറിപ്പും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിരുന്നു. അതിൽ വളരെ ലളിതമായി രാഹുലിൻ്റെ ആരോപണങ്ങൾക്കുള്ള ഉത്തരമുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതായത് രാഹുൽ ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഉന്നയിക്കേണ്ട കൃത്യമായിട്ടുള്ള അവസരവും സമയവും വോട്ടർ പട്ടികയിൽ ക്രമക്കേടോ പരാതിയോ ഉണ്ടെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അത് ഉന്നയിക്കാൻ ഉചിതമായ സമയവും അവസരവും തെരഞ്ഞെടുപ്പിന് മുൻപും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിശ്ചിത സമയത്തും നൽകാറുണ്ട്. ആ സമയത്തൊന്നും തന്നെ രാഹുലോ കോൺഗ്രസോ പരാതി നൽകിയിട്ടില്ല. നിലവിൽ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഇന്നലെ രാവിലെ 10 മണി വരെയുള്ള സമയപ്രകാരം ഒരു രാഷ്ട്രീയ പാർട്ടി പോലും ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിൽ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ രേഖാമൂലം പരാതി നൽകിയിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. ഇന്ന് രാഹുലും തേജസ്വി യാദവും ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ ബീഹാറിൽ വോട്ടർ അധികാർ യാത്ര ആരംഭിക്കാനിരിക്കെയാണ് വൈകിട്ട് 3 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളെ കാണുന്നത്. അനിൽ നമ്പ്യാർ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഇന്ന്. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം, കോൺഗ്രസിന്റെ ആരോപണങ്ങളിൽ മറുപടി, ഇതൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. രാഹുൽ ബീഹാറിൽ വോട്ടർ അധികാർ യാത്ര ആരംഭിക്കുമ്പോഴാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളെ കാണുന്നത് എന്നതും ശ്രദ്ധേയം. ആരോപണങ്ങൾക്ക് രേഖാമൂലം പരാതി നൽകാൻ രാഹുലിനോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഈ നിമിഷം വരെ അതുണ്ടായില്ല. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.